റിപ്പോർട്ട് ബ്രേക്കിംഗ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സ്വതന്ത്രന് പിന്തുണ നൽകി LDF. പെരിന്തൽമണ്ണ നഗരസഭയിലെ 6ാമത്തെ വാർഡിൽ പത്രിക നൽകിയിരുന്ന ഷാഹുൽ ഹമീദ് അവസാന നിമിഷം പത്രിക പിൻവലിച്ചു. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് വാർഡിൽ സ്വതന്ത്രനായ ഡോക്ടർ നിലാർ മുഹമ്മദിനെയാണ് ഇടതുമുന്നണി പിന്തുണയ്ക്കുന്നത്. അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ, വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണോ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സ്വതന്ത്രനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനമെടുത്തത് LDF? അരുൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ LDF പിന്തുണയ്ക്കുന്ന ഡോക്ടർ നിലാർ മുഹമ്മദ് എന്ന് പറയുന്നത് IMAയുടെ സംസ്ഥാന കോർഡിനേറ്ററാണ്. പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ നഗരമാണ്. ഈ പറയുന്ന പ്രദേശത്ത് ഈ 6ാം വാർഡ് കുളിർമലയിലൊക്കെ ധാരാളം ഡോക്ടർമാരുടെ കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ LDFന് ഒരു അനുകൂല സാഹചര്യമാണ് ഈ നിലാർ മുഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് മനസ്സിലാക്കിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ള ഡോക്ടർ നിലാർ മുഹമ്മദിനെ LDF പിന്തുണച്ചത്. പക്ഷേ അതിന് മറ്റൊരാൾ ബലിയാടായി എന്നുള്ളതാണ് വസ്തുത. കാരണം LDFന്റെ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഷാഹുൽ ഹമീദിനെയായിരുന്നു LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി, സ്ഥാനാർത്ഥിയുമായി പ്രചാരണം നടത്തി, വലിയ തോതിൽ പ്രകടനങ്ങൾ നടത്തി, ഏറ്റവും അവസാനം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പിച്ച് അത് പിൻവലിക്കാനുള്ള അവസാന മണിക്കൂറിലാണ് പാർട്ടി നിർദ്ദേശം എത്തിയത്. പാർട്ടി നിർദ്ദേശത്തിന് വഴങ്ങി ഷാഹുൽ ഹമീദ് ഈ പത്രിക പിൻവലിക്കുകയും ചെയ്തു. ഇതോടെയാണ് മറ്റെവിടെയും ഇല്ലാത്ത രീതിയിൽ തന്നെ പാർട്ടി നിശ്ചയിച്ച പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക നൽകിയ LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തന്നെ പിൻവലിച്ച് അവിടെ സ്വതന്ത്രനായി നാമനിർദ്ദേശ പത്രം നൽകിയ മറ്റൊരാളെ പിന്തുണയ്ക്കാൻ വേണ്ടി LDF തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് 6ാം വാർഡിൽ ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയായിട്ടുള്ള 6ാം വാർഡിൽ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ നിലാർ മുഹമ്മദിനെ LDF പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. താങ്ക് യു. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. വിജയിക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത്. അതുകൊണ്ട് പാർട്ടി അങ്ങോട്ട് തീരുമാനമെടുത്തിട്ടുണ്ടാകാം.